നിലപാട് സ്വീകരിച്ചത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളതാണ്. ഇത് സഭയോടും കേരളത്തിലെ ജനങ്ങളോടും കാണിക്കുന്ന അനാദരവും ജനങ്ങളെ പരിഹസിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നിയമപരമായി വരാം, അത് ഇന്നലെ സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇടത് ഭാഗത്ത് നിന്ന് മുകേഷൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ രാഹുലിന് വന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതാണ് നിങ്ങൾ എടുക്കുന്നൊരു നിലപാട്. പണ്ടിങ്ങനെയായിരുന്നല്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും വരുന്ന അവസരത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴെടുത്ത നിലപാട്, ഇപ്പോഴെടുത്ത പ്രശ്നം, അതാണ് ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൂർവ്വകാല ചരിത്രം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ന്യായീകരണമാകാൻ പാടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമാണിത്. ആ പ്രശ്നത്തോടുള്ള സമീപനമാണ്, അതാണ് സഭയുടെ മുമ്പാകെയും ഇപ്പോൾ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചരമോപചാരമെന്ന ആദരവിനെ പരിഹസിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണിത്. മൺമറഞ്ഞുപോയ ദേശീയ നേതാക്കൾ, കേരള സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികൾ, പല രംഗത്തും വരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഒരു അംഗമാകട്ടെ നിയമസഭയിൽ അംഗമായി ഇരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. ആ 3 അംഗങ്ങളോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിക്കാൻ ചേരുന്ന സഭയിൽ യഥാർത്ഥത്തിൽ അലങ്കോലമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലില്ലേ? തീർച്ചയായും ഇങ്ങനെ ഒരു അംഗം സഭയിലേക്ക് വരുമ്പോൾ പ്രതികരണമുണ്ടാകും. ആ പ്രതികരണം ഈ ചരമോപചാരത്തെ പോലും അലങ്കോലപ്പെടുത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്താ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ ജനത എല്ലാം കണ്ടുകൊണ്ടിരിക്കും എന്നാണോ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത്? UDFിലെ എല്ലാ കക്ഷികളും ഇതിനോട് യോജിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പ്രമുഖമായ വിഭാഗം നേതൃരംഗത്തിലും അണികളിലുമെല്ലാം ഈ നടപടിയെ അങ്ങേയറ്റം പ്രതിഷേധമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏത് മുതിർന്ന നേതാവായാലും പക്വതയും പാകതയും അനുഭവസമ്പത്തും നിയമവ്യവസ്ഥയോടുള്ള കാര്യങ്ങളുമെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വേണം നിലപാട് സ്വീകരിക്കാൻ എന്നാണ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു സഭയിലേക്ക് വരികയാണുള്ളത്. അദ്ദേഹം തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ ചിന്തിക്കും. ഇത്തരം തെറ്റായ നിലപാടുകൾ നമ്മുടെ നാടിന് എത്രമാത്രം ഗുണകരമാണ് എന്ന് ജനങ്ങളാകെ ചിന്തിക്കട്ടെ, കോൺഗ്രസ്സുകാർ ചിന്തിക്കട്ടെ. അത് ഞാൻ നിയമസഭാ കക്ഷിയിലുള്ള ഒരാളല്ല. നിയമസഭയിലെ അംഗങ്ങൾ നിയമസഭാ ചട്ടങ്ങളും കാര്യങ്ങളും അനുസരിച്ച് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കും, ചിന്തിക്കും. അതിനൊക്കെയുള്ള ബിസിനസ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട്. പ്രതിപക്ഷങ്ങൾക്ക് തീർച്ചയായും അവർക്ക് അവരുടേതായ അവകാശമുണ്ട്. അത് പൂർണ്ണമായി സംരക്ഷിക്കലാണ് ഭരണപക്ഷം ചെയ്യുന്നത്. ഭരണപക്ഷമാകട്ടെ സഭയും സഭയുടെ നടപടിക്രമങ്ങളെയും നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഭരണപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. അതിനെയെല്ലാം അലങ്കോലപ്പെടുത്താനാണ് ഇപ്പോഴുള്ള നീക്കം. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ചരമോപചാരം പോലുള്ള എല്ലാവരും ആദരിക്കപ്പെടുന്നൊരു പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായി ഇത്തരത്തിൽ വളരെ കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിഷയം സ്വാഭാവികമായും പ്രതിഷേധത്തിനിടയാക്കില്ലേ? അത് ചരമോപചാരത്തെ പോലെ അലങ്കോലപ്പെടുത്തില്ലേ? ഇതൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഇങ്ങനെ ചെയ്യുക, ഇതെല്ലാം നിയമസഭാ നടപടികളുടെ തികച്ചും തെറ്റായിട്ടുള്ള പ്രവണതകളാണ്. ഇത്തരം പ്രവണതകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല.